അപ്പൊ ചാപ്റ്റർ 7 വെബ് ഹോസ്റ്റിംഗ്. വെബ് ഹോസ്റ്റിംഗിൽ പറയുന്ന എന്താണെന്ന് വെച്ചാല് നമ്മള് ഒരു സ്കൂളിന് അല്ലെങ്കിൽ ഒരു ഓഫീസിന് അല്ലെങ്കിൽ ഒരു എന്താ ഏതെങ്കിലും ഒരു സ്ഥാപനത്തിന് വേണ്ടിയിട്ട് നമ്മള് വെബ്സൈറ്റുകൾ നിർമ്മിച്ചു കൊടുക്കും. എന്ത് നിർമ്മിച്ചു കൊടുക്കും? വെബ്സൈറ്റുകൾ നിർമ്മിച്ചു കൊടുക്കും. അപ്പോ നമ്മൾ ഇങ്ങനെ ഒരു സ്കൂളിന് വേണ്ടിയിട്ട് ഒരു വെബ്സൈറ്റ് ഉണ്ടാക്കി കൊടുക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു ഓഫീസിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കമ്പനിക്ക് വേണ്ടിയിട്ട് ഒരു വെബ്സൈറ്റുകൾ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ടെങ്കിൽ ആ വെബ്സൈറ്റിനെ അല്ലെങ്കിൽ വെബ് പേജിനെ ഇന്റർനെറ്റിലൂടെ നമുക്ക് എന്ത് ചെയ്യണം? എല്ലാവർക്കും അവൈലബിൾ ആക്കി കൊടുക്കണം. ഒരു ഓഫീസിന് ഒരു വെബ്സൈറ്റ് ഉണ്ടാക്കി കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു വെബ് പേജ് ഉണ്ടാക്കി കൊടുക്കുമ്പോൾ അത് ആ ഓഫീസുമായി ബന്ധപ്പെട്ട എല്ലാ സ്റ്റാഫുകൾക്കും അവൈലബിൾ ആവണം. ഒരു സ്കൂളിൽ ഒരു സോഫ്റ്റ്വെയർ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു വെബ്സൈറ്റ് ഉണ്ടാക്കി കൊടുക്കുമ്പോൾ ആ സ്കൂളിൽ പഠിക്കുന്നത് അല്ലെങ്കിൽ സ്കൂളിൽ പഠിക്കാൻ തീരുമാനിക്കുന്ന അല്ലെങ്കിൽ ഇനി വരാൻ പോകുന്ന കുട്ടികൾക്ക് എല്ലാവർക്കും അത് അവൈലബിൾ ആയിരിക്കണം. അവരുടെ പാരന്റ്സിന് അവൈലബിൾ ആയിരിക്കണം. ഓക്കെ, അങ്ങനെ അവൈലബിൾ ആക്കുന്നതിനെയാണ് നമ്മൾ ഹോസ്റ്റിംഗ് എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മൾ ഇപ്പൊ പ്ലേ സ്റ്റോറിൽ നിന്നും എല്ലാ ആപ്പും ഇൻസ്റ്റാൾ ചെയ്തെടുക്കുന്നുണ്ട്. അതാരാണോ ഉണ്ടാക്കി ഡെവലപ്പ് ചെയ്ത് വെച്ചേക്കുന്നത് ആ ഡെവലപ്പേഴ്സ് അത് നമുക്ക് അവൈലബിൾ ആവുന്ന രീതിയിൽ ഇന്റർനെറ്റ് ത്രൂ നമുക്ക് അവൈലബിൾ ആവുന്ന രീതിയിൽ അത് ഹോസ്റ്റ് ചെയ്തുകൊണ്ടാണ് അത് എല്ലാവർക്കും അവൈലബിൾ ആവുന്നത്. ഓക്കെ, അപ്പോ ഹോസ്റ്റ് ചെയ്യുന്നത് കൊണ്ടാണ് നമുക്ക് എല്ലാവർക്കും അവൈലബിൾ ആവുന്നത്. ഓക്കെ, പിന്നെ നമ്മള് എന്താണ് വെബ് ഹോസ്റ്റിംഗ്, അതേപോലെ തന്നെ ടൈപ്സ് ഓഫ് ഹോസ്റ്റിംഗ്, ഈ കാര്യങ്ങളാണ് നമ്മൾ ഇവിടെ പഠിക്കാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, ഫസ്റ്റ് വെബ് ഹോസ്റ്റിംഗ് എന്ന് പറയുമ്പോൾ നമ്മൾ റെഡിയാക്കിയിട്ടുള്ള വെബ് പേജ് ഇന്റർനെറ്റുമായിട്ട് കണക്ട് ചെയ്യുമ്പോൾ ഒരു വെബ് സെർവറിൽ അതിനെ എന്ത് ചെയ്യണം? സെക്യൂർ ആയിട്ട് നമ്മൾ അതിനെ സെറ്റ് ചെയ്ത് വെക്കണം. നമ്മൾ വെബ് പേജ് തയ്യാറാക്കി അത് ഇന്റർനെറ്റുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള ഒരു കമ്പ്യൂട്ടറിൽ അല്ലെങ്കിൽ ഒരു വെബ് സെർവറിൽ അത് അവൈലബിൾ ആയിരിക്കണം. ഓക്കെ, ഇങ്ങനെ അവൈലബിൾ ആവുന്ന ഈ ഒരു സർവീസ് നൽകുന്നത് ആരാണോ, ഇങ്ങനെ അവൈലബിൾ ആവുന്ന ഈ ഒരു സർവീസ് നൽകുന്നത് ആരാണോ, അങ്ങനെ സർവീസ് നൽകുന്ന കമ്പനികളെയാണ് നമ്മൾ വെബ് ഹോസ്റ്റുകൾ എന്ന് പറയുന്നത്. എന്തെന്ന് പറയും? വെബ് ഹോസ്റ്റ്. ഇതുപോലുള്ള സർവീസ് നൽകുന്ന കമ്പനികളെയാണ് നമ്മൾ എന്തെന്ന് പറയാ? വെബ് ഹോസ്റ്റ്. ഓക്കെ, അങ്ങനെ സർവീസ് നടക്കുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് വെബ് ഹോസ്റ്റിംഗ് എന്ന് പറയുന്നത്. അപ്പം സെർവറിൽ ഞാനിപ്പോ ഒരു ആപ്പ് ഉണ്ടാക്കി, ഇപ്പൊ ജസ്റ്റ് ഒന്ന് ഇപ്പൊ ഇൻസ്റ്റഗ്രാം എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ ഞാൻ ഡെവലപ്പ് ചെയ്തതാണെങ്കിൽ ഞാൻ എന്ത് ചെയ്യും? സെർവറിൽ പൈസ കൊടുത്തിട്ട് കുറച്ച് സ്ഥലം മേടിക്കും. ഓക്കെ, ആ സ്ഥലം മേടിച്ചാൽ മാത്രമേ നമ്മൾ എന്ത് ചെയ്യുന്നുള്ളൂ? നമ്മളുടെ ഈ ഒരു ആപ്പിന് അവിടെ നിൽക്കാനുള്ള ഒരു ഇത് കിട്ടുന്നുള്ളൂ. അങ്ങനെ അവിടെ നിന്നാല് മാത്രമേ, അങ്ങനെ പ്ലേ സ്റ്റോറിൽ ഈ ആപ്പ് നിന്നാൽ മാത്രമേ അത് ആർക്ക് അവൈലബിൾ ആവുള്ളൂ? പബ്ലിക്കിന് അവൈലബിൾ ആവുള്ളൂ. അതിനെയാണ് നമ്മൾ വെബ് ഹോസ്റ്റിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് കുറച്ച് ടൈപ്സ് ഓഫ് വെബ് ഹോസ്റ്റിംഗ് പഠിക്കാനുണ്ട്. ഫസ്റ്റ് വൺ ഷെയർഡ് ഹോസ്റ്റിംഗ്, പിന്നെ പഠിക്കാനുള്ളത് ഡെഡിക്കേറ്റഡ് ഹോസ്റ്റിംഗ്, പിന്നെ വെർച്വൽ പ്രൈവറ്റ് സെർവർ. ഷെയർഡ് ഹോസ്റ്റിംഗ്, ഡെഡിക്കേറ്റഡ് ഹോസ്റ്റിംഗ്, വെർച്വൽ പ്രൈവറ്റ് സെർവർ. ഷെയർഡ് ഹോസ്റ്റിംഗ് എന്ന് പറഞ്ഞാല് ഇത്രേ ഉള്ളൂ. ഒരു വലിയ സെർവർ ഉണ്ട്. ആ സെർവറിൽ റാം ഉണ്ട്, അതേപോലെ തന്നെ CPU ഉണ്ട്, ഇതുപോലുള്ള ഒക്കെ ഉണ്ട്. ഓക്കെ, അപ്പം ഒരേ ടൈമില് നമുക്ക് ഡിഫറെന്റ് വെബ്സൈറ്റിന് എന്ത് ചെയ്യുന്നു? ഷെയർ ചെയ്യുന്ന ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ ഷെയർഡ് ഹോസ്റ്റിംഗ് എന്ന് പറയുന്നത്. ഒരേ ടൈമിൽ ഈ റാമും CPU-യും എന്ത് ചെയ്യുന്നു? ഡിഫറെന്റ് വെബ്സൈറ്റുകൾക്കായിട്ട് ഇൻഫോർമേഷൻസ് ഷെയർ ചെയ്യുന്നു. ഇത് ലെസ് എക്സ്പെൻസീവ് ആണ്.
ഓക്കെ, അതേപോലെ നമ്മളുടെ ചെറിയ ചെറിയ വെബ്സൈറ്റുകൾക്കാണ് ഇത് കൂടുതൽ സ്യൂട്ടബിൾ. എക്സ്പെൻസ് കുറവാണ്, അതേപോലെ തന്നെ ചെറിയ ചെറിയ വെബ്സൈറ്റുകൾക്കാണ് ഇതെന്ത് കൂടുതൽ സ്യൂട്ടബിൾ എന്ന് പറയാം. ഓക്കെ, എന്നാല് നമുക്ക് ഈ ഒരു സൈറ്റില് ട്രാഫിക് എങ്ങാനും കൂടിയാൽ, ട്രാഫിക് എങ്ങാനും ഇൻക്രീസ് ചെയ്താല് മറ്റ് സൈറ്റിന്റെ ഒരു സ്പീഡ് ഉണ്ടല്ലോ അത് റെഡ്യൂസ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. ഈ ഒരു സൈറ്റില് ട്രാഫിക് കൂടിയാൽ എന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇൻഫോർമേഷൻ വരുമ്പോ നമുക്ക് പെട്ടെന്ന് അവിടെ എന്താവും, സ്ലോ ആവും. അപ്പൊ ട്രാഫിക് എങ്ങാനും കൂടിയിട്ടുണ്ടെങ്കിൽ വേറെ ഏതെങ്കിലും സൈറ്റിന്റെ ഒരു സ്പീഡ് റെഡ്യൂസ് ചെയ്യാൻ സാധിക്കും, റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതൊരു കാരണമാവാം. അതാണ് ഷെയർഡ് ഹോസ്റ്റിംഗ്. ഓക്കെ, അപ്പൊ ഷെയർഡ് ഹോസ്റ്റിംഗ് എന്ന് വെച്ചാല് ഒരു വലിയ സെർവറിലുള്ള CPU, റാം അതൊക്കെ ഒരേ ടൈമില് ഡിഫറെന്റ് വെബ്സൈറ്റുകൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ എന്തെന്ന് പറയാ, ഷെയർഡ് ഹോസ്റ്റിംഗ് എന്ന് പറയാ. പക്ഷെ ഏതെങ്കിലും ഒരു സൈറ്റിൽ ട്രാഫിക് എങ്ങാനും കൂടിയാല് ഒരു സൈറ്റിന്റെ വേറെ ഏതെങ്കിലും ഒരു സൈറ്റിന്റെ സ്പീഡ് റെഡ്യൂസ് ചെയ്യാൻ ഇതിന് സാധ്യതയുണ്ട്. അതേപോലെ തന്നെ ഇത് ലെസ് എക്സ്പെൻസീവ് ആണ് എവിടെ, ചെറിയ വെബ്സൈറ്റുകൾക്ക്. ഓക്കെ, അതാണ് ഷെയർഡ് ഹോസ്റ്റിംഗ്. ഒന്നാമത്തത് ഇത്രയും പോയിന്റ്സ് ഓർത്ത് വെക്കണേ. ഇനി ഡെഡിക്കേറ്റഡ് ഹോസ്റ്റിംഗ്. ഡെഡിക്കേറ്റഡ് ഹോസ്റ്റിംഗ് എന്ന് വെച്ചാല് ഒരു മുഴുവൻ സെർവർ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ, ഒരു ഫുൾ സെർവർ അല്ലെങ്കിൽ ഒരു ഫുൾ കമ്പ്യൂട്ടർ ഒരു വെബ്സൈറ്റിന് വേണ്ടിയിട്ട് മാത്രം മാറ്റി വയ്ക്കുകയാണ്. ഒരു വെബ്സൈറ്റിന് വേണ്ടിയിട്ട് മാത്രം എന്ത് ചെയ്യാണ്, മാറ്റി വെക്കുകയാണ്. ഓക്കെ, അതായത് ഇപ്പം വലിയ നമ്മളുടെ ഗവൺമെന്റിന്റെ എന്തെങ്കിലും സൈറ്റ് ഉണ്ടെങ്കിൽ ആ സൈറ്റൊക്കെയാണ് ഇതുപോലുള്ള കാര്യങ്ങൾക്ക് വേണ്ടി മാറ്റി വെക്കുക. ഒരു ഫുൾ സെർവർ അല്ലെങ്കിൽ ഒരു ഫുൾ കമ്പ്യൂട്ടർ ഏതിനു വേണ്ടിയിട്ട് മാറ്റി വെക്കും, ആ ഒരൊറ്റ വെബ്സൈറ്റിന് വേണ്ടിയിട്ട് മാറ്റി വെക്കും. ഓക്കെ, ഒരു ഫുൾ കമ്പ്യൂട്ടർ അല്ലെങ്കിൽ ആ ഒരു ഫുൾ സെർവർ ഒരു സിംഗിൾ വെബ്സൈറ്റിന് വേണ്ടിയിട്ട് മാത്രം മാറ്റി വെക്കുന്ന ഒരു ഡെഡിക്കേറ്റഡ് ആയിട്ട് മാറ്റി വെക്കുന്നതിനാണ് നമ്മൾ ഡെഡിക്കേറ്റഡ് ഹോസ്റ്റിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, ഒരു ഫുൾ സെർവർ മാറ്റി വെക്കുന്നോണ്ട് തന്നെ അതിപ്പോ നമ്മളുടെ ചെറിയ ചെറിയ വെബ്സൈറ്റിനൊന്നും ആവശ്യമില്ല. എവിടെയാണ് ആവശ്യം, ലാർജ് സെർവറില്, ലാർജ് വെബ്സൈറ്റ് ആയിട്ടുള്ള ഗവൺമെന്റിന്റെ സൈറ്റിലൊക്കെ ആണ് നമുക്ക് ഈ ഡെഡിക്കേറ്റഡ് ഹോസ്റ്റിംഗ് ആവശ്യം. ഓക്കെ, അപ്പോ ഈ ട്രാഫിക് എങ്ങാനും കൂടുതലുള്ള ഏതെങ്കിലും കമ്പനീസിന് ഇതുപോലത്തെ വെബ്സൈറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇതേപോലെ ഏതെങ്കിലും കമ്പനിക്ക് വേണ്ടിയിട്ട് ഡെഡിക്കേറ്റഡ് ആയിട്ട് ഒരു ഫുൾ കമ്പ്യൂട്ടർ അല്ലെങ്കിൽ ഒരു സെർവർ മാറ്റി വെക്കും. പക്ഷെ അങ്ങനെ മാറ്റി വെക്കുമ്പോ എന്താ പ്രശ്നം എന്ന് വെച്ചാല് അവർക്ക് എന്ത് കൂടുതലാണ്, എക്സ്പെൻസ് കൂടുതലാണ്. കാരണം ഒരു കമ്പ്യൂട്ടർ അങ്ങനെ തന്നെ എന്തിനു വേണ്ടി മാറ്റുന്നു, ഒരു കമ്പനിയുടെ വെബ് പേജിന് വേണ്ടി മാറ്റാണ്, അല്ലെങ്കിൽ ഒരു സെർവർ അങ്ങനെ തന്നെ മാറ്റാണ്. അങ്ങനെ മാറ്റുമ്പം എന്താ സംഭവിക്കാന്ന് വെച്ചാല് ട്രാഫിക് കൂടുതലുള്ള സ്ഥാപനങ്ങൾക്ക് ഇതുപോലെ നമ്മൾ മാറ്റി വെക്കുമ്പം അതിൻ്റെതായിട്ടുള്ള പൈസ ചെലവും അവർക്ക് ഉണ്ട്. അതായത് എക്സ്പെൻസ് കൂടുതലാണ്, അത്ര ചീപ്പായിട്ട് നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റൂല. അതാണ് ഡെഡിക്കേറ്റഡ് ഹോസ്റ്റിംഗ് എന്ന് പറയുന്നത്. ഇനി വെർച്വൽ പ്രൈവറ്റ് സെർവർ. വെർച്വൽ പ്രൈവറ്റ് സെർവർ എന്ന് പറഞ്ഞാൽ എന്താണ്, അല്ലെങ്കിൽ VPS. നമ്മൾ VPN കേട്ടിട്ടുണ്ട്, വെർച്വൽ പ്രൈവറ്റ് നെറ്റ്വർക്ക്. എന്താണ് വെർച്വൽ പ്രൈവറ്റ് നെറ്റ്വർക്ക് എന്ന് പറഞ്ഞാല്, വെർച്വൽ പ്രൈവറ്റ് നെറ്റ്വർക്ക് എന്ന് പറഞ്ഞാല് നമ്മുടെ കമ്പ്യൂട്ടറിനും അതേപോലെ തന്നെ ഇന്റർനെറ്റിന്റെയും ഇൻ ബിറ്റ്വീൻ ഒരു സെക്യൂർ ടണലാണ് എന്ത്, വെർച്വൽ പ്രൈവറ്റ് നെറ്റ്വർക്ക് എന്ന് പറയുന്നത്. ഓക്കെ, നമ്മുടെ കമ്പ്യൂട്ടറിനും അതേപോലെ തന്നെ ഇന്റർനെറ്റിന്റെ ഇടയിലുള്ള ഒരു സെക്യൂർ ടണൽ എന്ന് പറയാം. അതായത് നോർമലി പറയുകയാണെങ്കിൽ ഇന്റർനെറ്റിന്റെ ഒരു ചെയിൻ ഉപയോഗിക്കുമ്പോൾ, നമ്മൾ ഇന്റർനെറ്റ് വർക്ക് ചെയ്യുന്ന എങ്ങനെയാണ്, ചെയിൻ ആയിട്ടാണ്.
അപ്പൊ ഇപ്പൊ പാൻ, ലാൻ, മാൻ, വാൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഇതുപോലെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് നെറ്റ്വർക്ക് ഇല്ലേ? ഒരു ചെയിൻ ആയിട്ടാണ് നമ്മളുടെ ഇന്റർനെറ്റ് എന്ത് ചെയ്യുന്നത്, വർക്ക് ചെയ്യുന്നത്. അങ്ങനെ യൂസ് ചെയ്യുമ്പോൾ ഒരു പ്രൈവറ്റ് നെറ്റ്വർക്കിന്റെ സെക്യൂരിറ്റി അല്ലെങ്കിൽ അവരുടെ കോൺഫിഡൻഷ്യാലിറ്റി അതൊക്കെ കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ട്, അത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്, വെർച്വൽ പ്രൈവറ്റ് നെറ്റ്വർക്ക് ഓർ VPN യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇപ്പൊ നമ്മളൊരു വെബ്സൈറ്റ് എങ്ങാനും വിസിറ്റ് ചെയ്യുമ്പോൾ നോർമലി നമ്മളുടെ ഇൻഫോർമേഷൻസ് നേരിട്ട് ഇന്റർനെറ്റ് ത്രൂ എവിടെ എത്തുന്നു, അതായത് ഇന്റർനെറ്റ് സർവീസ് പ്രൊവൈഡർ വഴി വെബ്സൈറ്റിൽ എത്തുമല്ലോ. പക്ഷേ ഇന്റർനെറ്റ് സർവീസ് പ്രൊവൈഡേഴ്സ് പറഞ്ഞാൽ ഏതൊക്കെയാ? നമ്മുടെ BSNL, ജിയോ, എയർടെൽ, അതുപോലെ നമുക്ക് നെറ്റ്വർക്ക് പ്രൊവൈഡ് ചെയ്യുന്ന എല്ലാത്തിനെയും നമുക്ക് എന്തെന്ന് പറയാം, ഇന്റർനെറ്റ് സർവീസ് പ്രൊവൈഡർ എന്ന് പറയാം. നമ്മൾ വെബ്സൈറ്റ് വിസിറ്റ് ചെയ്യുമ്പോൾ നോർമലി നമ്മളുടെ ഇൻഫോർമേഷൻസ് നേരിട്ട് ഇന്റർനെറ്റ് സർവീസ് പ്രൊവൈഡർ അല്ലെങ്കിൽ ISP വഴി എങ്ങോട്ടേക്ക് എത്തും, വെബ്സൈറ്റിൽ എത്തും. ഓക്കെ, എന്നാൽ VPN ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത് എങ്കിൽ, VPN ആണ് നമ്മൾ യൂസ് ചെയ്യുന്നതെങ്കിൽ നമ്മുടെ ഇൻഫോർമേഷൻസ് എൻക്രിപ്റ്റ് ചെയ്യപ്പെടും. ഓക്കെ, എൻക്രിപ്റ്റ് ചെയ്യാന്ന് വെച്ചാൽ ഒരു കോഡ് വെച്ചിട്ട് നമ്മുടെ ഇൻഫോർമേഷനെ അവർ എന്ത് ചെയ്യും, ഒരു കോഡാക്കി മാറ്റും. അങ്ങനെ എൻക്രിപ്റ്റ് ചെയ്തിട്ട് അതിലൂടെ നമ്മുടെ ഐഡന്റിറ്റി, ലൊക്കേഷൻ, നമ്മുടെ കോണ്ടാക്ട് ഡീറ്റെയിൽസ് ഇതൊക്കെ എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, ഹൈഡ് ചെയ്യാൻ വേണ്ടി പറ്റും. അങ്ങനെയാണ് VPN വർക്ക് ചെയ്യുന്നത്. ഓക്കെ, അപ്പോ എന്താണ് വെർച്വൽ പ്രൈവറ്റ് സെർവർ? വെർച്വൽ പ്രൈവറ്റ് സെർവർ നെറ്റ്വർക്ക് എന്ന് വെച്ചാല്, വെർച്വൽ പ്രൈവറ്റ് സെർവർ എന്ന് പറഞ്ഞാല് വെർച്വലൈസേഷൻ എന്ന് പറയുന്ന ഒരു ടെക്നിക്ക് യൂസ് ചെയ്തിട്ട് ഒരു ഫിസിക്കൽ സെർവറിനെ, വെർച്വലൈസേഷൻ എന്ന് പറയുന്ന ഒരു ടെക്നിക്ക് യൂസ് ചെയ്തിട്ട് ഒരു ഫിസിക്കൽ സെർവറിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, കുറെ ഡിഫറെന്റ് സെർവറിലാക്കിയിട്ട് ഡിവൈഡ് ചെയ്യുന്നു. ഏത് മെത്തേഡാണ് അവിടെ യൂസ് ചെയ്യുന്നത്? വെർച്വലൈസേഷൻ എന്ന് പറയുന്ന ടെക്നിക്ക് യൂസ് ചെയ്തിട്ട് ഒരു ഫിസിക്കൽ സെർവറിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഡിഫറെന്റ് സെർവറിലാക്കി ഡിവൈഡ് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയാ, വെർച്വൽ പ്രൈവറ്റ് സെർവർ. ഓക്കെ, അപ്പോ ഓരോ വെർച്വൽ സെർവറും ഒരു ഡെഡിക്കേറ്റഡ് സെർവർ പോലെയാണ് വർക്ക് ചെയ്യുക. ഓരോ വെർച്വൽ സെർവറും എങ്ങനെയാണ് വർക്ക് ചെയ്യുക? ഒരു ഡെഡിക്കേറ്റഡ് സെർവർ പോലെയാണ് വർക്ക് ചെയ്യുക. ഓക്കെ, ഇനി ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഉണ്ടാവാൻ ചാൻസ് ഉള്ളത് ഡിഫൈൻ വെബ് ഹോസ്റ്റിംഗ്. അതാണ് ചോദിക്കുന്നതെങ്കിൽ 2 മാർക്കിന് ചോദിക്കും. അതല്ലെങ്കിൽ ചോദിക്കാൻ ചാൻസ് ഉള്ളത് ഡിഫൈൻ വെബ് ഹോസ്റ്റിംഗ് ആൻഡ് ഇറ്റ്സ് ടൈപ്സ്. അത് 4 or 5 മാർക്കിന് എസ്സേക്ക് വരുന്ന ക്വസ്റ്റ്യൻ ആണ്. എസ്സേ എത്ര മാർക്കിനാണോ ചോദിക്കുക അതിനായിരിക്കും ടൈപ്സ് ഓഫ് വെബ് ഹോസ്റ്റിംഗ് ചോദിക്കുക. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നമ്മൾ പറഞ്ഞു നമുക്കൊരു സ്പേസ് മേടിക്കണം എന്ന് പറഞ്ഞു. നമുക്ക് ഇവിടെ, അതായത് നമ്മളുടെ ഗൂഗിളിൽ ഒരു സ്പേസ് വാങ്ങിയാൽ മാത്രമേ നമുക്ക് എന്ത് പറ്റുള്ളൂ, അവിടെ നമ്മളുടെ വെബ് പേജിനെ അല്ലെങ്കിൽ ആപ്ലിക്കേഷനെ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ, പബ്ലിക്കിലോട്ട് അവൈലബിൾ ആക്കാൻ വേണ്ടി പറ്റുള്ളൂ. ഓക്കെ, അപ്പം എങ്ങനെയാണ് നമ്മൾ ഒരു ഹോസ്റ്റ് സ്പേസ് വാങ്ങിക്കുക? അപ്പം ഒരു വെബ്സൈറ്റ് നമുക്ക് ലൈവായിട്ട് പബ്ലിക്കിന് കിട്ടണമെങ്കിൽ നമുക്ക് ഒന്നാമത്തെ കാര്യം ഒരു ഡൊമൈൻ നെയിം രജിസ്ട്രേഷൻ വേണം. ഡൊമൈൻ നെയിം എന്ന് വെച്ചാൽ നമ്മുടെ വെബ്സൈറ്റ് ഏതാണോ ആ സൈറ്റിന് ഒരു പേര് വേണം. ഇപ്പൊ നമ്മൾ www.w3school.com എന്നടിക്കുന്നു. അതേപോലെ www.xydor.com ഇങ്ങനെ അടിക്കല്ലേ? അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയാ, ഡൊമൈൻ നെയിം രജിസ്ട്രേഷൻ എന്ന് പറയാം. ഓക്കെ, ഡൊമൈൻ നെയിം എന്ന് വെച്ചാല് നമ്മളുടെ സിസ്റ്റത്തിനെ നമുക്ക് അറിയണമെങ്കിൽ, നമ്മളുടെ ഇന്റർനെറ്റിൽ ഒരു വെബ്സൈറ്റിനെ ഐഡന്റിഫൈ ചെയ്യാനുള്ള ഒരു അഡ്രസ് ആണ് ഏത്, ഡൊമൈൻ നെയിം എന്ന് പറയുന്നത്. www.SCERT Kerala.government
ഇതൊരു ഡൊമൈൻ നെയിം ആണ്. ഓക്കെ, അപ്പോ ഒരു ഡൊമൈൻ നെയിം രജിസ്റ്റർ ചെയ്യുന്നതിന് മുന്നേ നമുക്ക് അങ്ങനെ ഒരു ഡൊമൈൻ നെയിം നമുക്ക് അവൈലബിൾ ആണോ എന്ന് നമ്മള് ചില സൈറ്റ് വഴി ചെക്ക് ചെയ്യണം. അങ്ങനെ ചെക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സൈറ്റ് ആണ് www.whois.net. നമ്മൾ ഈ ഒരു ഡൊമൈൻ നെയിം നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റുമോ എന്ന് അറിയാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അത് ചെക്ക് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു സൈറ്റ് ആണ് www.whois.net. ഓക്കെ, അപ്പം നമുക്ക് ഡൊമൈൻ നെയിം ഫസ്റ്റ് നമ്മൾ ചെക്ക് ചെയ്യുന്നു. ചെക്ക് ചെയ്ത ശേഷം ആ ഒരു ഡൊമൈൻ നെയിമിന് നമ്മൾ ഒരു ഫീ അടയ്ക്കണം. അതിപ്പം 6 month അടക്കാം, 3 month അടയ്ക്കാം, അതേപോലെ തന്നെ 1 year അടയ്ക്കാം. ഓക്കെ, അപ്പം ഈ ഡൊമൈൻ നെയിം നമ്മൾ എടുത്തു, ആ ഡൊമൈൻ നെയിമിലോട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഒരു ഫീ അടയ്ക്കണം. ഓക്കെ, ഇനി ആ ഡൊമൈൻ നെയിമിനെ വെബ് സെർവറിന്റെ IP അഡ്രസ്സുമായിട്ട് കണക്ട് ചെയ്യണം. ഒരു സെർവറിലല്ലേ നമ്മളുടെ ഈ ഒരു വെബ് പേജ് ഉണ്ടാവുക. അപ്പൊ ആ ഒരു വെബ് പേജിന്റെ IP-യുമായിട്ട് കണക്ട് ചെയ്യണം ഏത്, നമ്മളുടെ ഡൊമൈൻ നെയിം. ഡൊമൈൻ നെയിമിനെ വെബ് സെർവറിന്റെ IP-യുമായിട്ട് കണക്ട് ചെയ്യണം. അങ്ങനെ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ റെക്കോർഡ് ഉപയോഗിക്കുന്നു. റെക്കോർഡ് എന്ന മെത്തേഡാണ് അങ്ങനെ കണക്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്. അല്ലെങ്കിൽ നമുക്കതിനെ അഡ്രസ് റെക്കോർഡ് എന്നും പറയാം. ഒരു വെബ് സെർവറിന്റെ IP-യുമായിട്ട് ഡൊമൈൻ നെയിമിനെ കണക്ട് ചെയ്യാൻ റെക്കോർഡ് അല്ലെങ്കിൽ അഡ്രസ് റെക്കോർഡ് യൂസ് ചെയ്യുന്നു. ഓക്കെ, ഇനി ഫസ്റ്റ് നമ്മൾ പറഞ്ഞു, നമ്മളിപ്പോ ഒരു സ്പേസ് കണ്ടുപിടിച്ചു. ആ ഒരു സ്പേസ് കണ്ടുപിടിച്ചിട്ട് സ്പേസ് നമുക്ക് യൂസ് ചെയ്യണമെങ്കിൽ ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം, ഡൊമൈൻ നെയിം രജിസ്ട്രേഷൻ നടത്തണം. ഡൊമൈൻ നെയിം രജിസ്ട്രേഷൻ നടത്തി. ഡൊമൈൻ നെയിം രജിസ്ട്രേഷൻ നടത്തിയാൽ പിന്നെ നമ്മൾ സെർവർ ചൂസ് ചെയ്യണം. സെർവർ ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് സൈറ്റില് നമ്മൾ ഫയൽസ് ഒക്കെ നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മളൊന്നും വേണ്ട, നമ്മളുടെ ഒരു വിൻഡോസ് ഓപ്പൺ ചെയ്തിട്ട് അവിടെ ഒരു ഫോൾഡർ ഉണ്ടാക്കിയിട്ടാണ് നമ്മൾ കുറെ ഫയൽസ് ഒക്കെ എന്ത് ചെയ്യുന്നത്, സ്റ്റോർ ചെയ്യുന്നത് അല്ലേ. അതേപോലെ തന്നെയാണ് ഇവിടെ നടക്കുന്നത്. നമ്മളൊരു സ്പേസ് വാങ്ങിച്ചു, ഡൊമൈൻ നെയിം ചെക്ക് ചെയ്ത് അങ്ങനെ സ്പേസ് അവൈലബിൾ ആണോ നോക്കി, അവൈലബിൾ ആണെങ്കിൽ പൈസ കൊടുത്തിട്ട് എന്ത് ചെയ്തു, ഒരു സ്പേസ് വാങ്ങിച്ചു. ആ സ്പേസിലോട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മൾ എന്തൊക്കെയാണോ അവിടെ ഉള്ളത് അതിനൊക്കെ അപ്ലോഡ് ചെയ്യുന്നു. ഡെസ്ക്ടോപ്പിൽ ഞാനിപ്പം +2 CS എന്ന് പറഞ്ഞൊരു ഫോൾഡർ ഉണ്ടാക്കിയാൽ അതിനെനിക്ക് എന്ത് ചെയ്യാം, CS-ന്റെ നോട്ട്സ് അപ്ലോഡ് ചെയ്യാം, CS-ന്റെ പ്രോഗ്രാം അപ്ലോഡ് ചെയ്യാം, ഔട്ട്പുട്ട് അപ്ലോഡ് ചെയ്യാം, റെക്കോർഡ് അപ്ലോഡ് ചെയ്യാം, ഇതൊക്കെ അപ്ലോഡ് ചെയ്യാം. ഓക്കെ, അതേപോലെ തന്നെ ഇവിടെയും എന്ത് ചെയ്യാണ്, ഒരു സ്പേസ് വാങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അവിടെ എന്ത് ചെയ്യണം, ആ ഒരു സ്പേസിലോട്ട് നമ്മളുടെ HTML കോഡ്, CSS കോഡ്, ഫ്രണ്ട് എൻഡ്, ബാക്ക് എൻഡ്, ഇതൊക്കെ നമ്മൾ അങ്ങോട്ടേക്ക് എന്ത് ചെയ്യുന്നു, അപ്ലോഡ് ചെയ്യുന്നു. ഓക്കെ, കോഡ് എന്ന് പറയുമ്പോൾ ആ കോഡ് നമ്മളൊരു സോഫ്റ്റ്വെയർ ആക്കി വെച്ചു. ആ ഒരു സോഫ്റ്റ്വെയറിന് അല്ലെങ്കിൽ ഒരു ആപ്ലിക്കേഷൻ, ഇൻസ്റ്റഗ്രാം എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷൻ ആണെങ്കിൽ ആ ആപ്ലിക്കേഷനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ആ സെർവറിലോട്ട് അപ്ലോഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ വെബ് സെർവർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ, വെബ്സൈറ്റിനെ നമുക്ക് സെക്യൂർ ആക്കിയിട്ട് വെക്കാൻ വേണ്ടി പറ്റിയിട്ടുള്ള ഒരു ഇന്റർനെറ്റിന്റെ ഹെൽപ്പോടെ സെക്യൂർ ആക്കി വെക്കാൻ വേണ്ടി പറ്റിയിട്ടുള്ള ഒരു സ്ഥലത്തിനെയാണ് നമ്മൾ എന്തെന്ന് പറയാ, വെബ് സെർവർ എന്ന് പറയുന്നത് അല്ലേ. അപ്പം ആ ഒരു വെബ് സെർവറില് ഹാർഡ്വെയർ ഉണ്ടാവും, സോഫ്റ്റ്വെയർ ഉണ്ടാവും. ഹാർഡ്വെയർ എന്ന് പറയുമ്പം വെബ്സൈറ്റിന്റെ ഫയൽസ് ഒക്കെ നമ്മൾ എവിടെയാണോ സെക്യൂർ ആക്കി വെക്കുന്നത് ആ ഒരു വലിയ സ്റ്റോറേജ് ഏരിയയിലാണ് നമ്മൾ ഹാർഡ്വെയർ എന്ന് പറയാം. ഒരു സോഫ്റ്റ്വെയർ എന്ന് പറയുമ്പോൾ നമ്മുടെ യൂസർ ഒരു വെബ്സൈറ്റ് ചോദിക്കുമ്പം അത് ആ ബ്രൗസറിലേക്ക് നമ്മൾ എന്ത് ചെയ്യണം, അവൈലബിൾ ആക്കി കൊടുക്കണം. ഇപ്പൊ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പൊ ഇൻസ്റ്റഗ്രാം നമുക്ക് അവൈലബിൾ ആക്കണമെങ്കിൽ നമ്മൾ പ്ലേ സ്റ്റോറിൽ പോയിട്ട് സെർച്ച് ചെയ്യുന്നതാണ് നമുക്ക് കിട്ടുന്നത്. വാട്സപ്പ് എന്ന് പറഞ്ഞാൽ സെർച്ച് ചെയ്തുകൊണ്ടാണ് പ്ലേ സ്റ്റോർ ആപ്പ് നമുക്ക് അവൈലബിൾ ആവുന്നത്. ഓക്കെ, അതേപോലെ വെബ് സെർവറിൽ അവൈലബിൾ ആയാൽ മാത്രമേ ആർക്ക് കിട്ടുള്ളൂ, നമുക്ക് കിട്ടുള്ളൂ. ഓക്കെ, അതാണ് വെബ് സെർവർ എന്ന് പറയുന്നതും. എങ്ങനെയാണ് ഒരു സ്പേസ് വാങ്ങിയിട്ട് നമ്മൾ വെബ്സൈറ്റിലോട്ട് അപ്ലോഡ് ചെയ്യാന്നുള്ളത്. ഓക്കെ, ഇനി ഈ വെബ്സൈറ്റിലോട്ട് അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ കമ്പ്യൂട്ടറിൽ
ആയിരിക്കും കുറെ ഫയൽസും കാര്യങ്ങളൊക്കെ ഉണ്ടാവാം. അതിനെങ്ങോട്ടേക്കാണ് നമ്മൾ അപ്ലോഡ് ചെയ്യേണ്ടത്? ഈ സെർവറിന്റെ കമ്പ്യൂട്ടറിലോട്ടാണ് നമുക്ക് അപ്ലോഡ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പം വെബ് പേജ് നമ്മുടെ കമ്പ്യൂട്ടറിൽ നിന്നും എങ്ങോട്ടേക്ക് മാറ്റണം? സെർവറിന്റെ കമ്പ്യൂട്ടറിലോട്ട് മാറ്റണം. ഓക്കെ, അങ്ങനെ മാറ്റാൻ വേണ്ടിയിട്ട് നമ്മുടെ കമ്പ്യൂട്ടറിൽ നിന്നും സെർവറിന്റെ കമ്പ്യൂട്ടറിലോട്ട് മാറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന പ്രോട്ടോകോൾ ആണ് FTP. FTP സ്റ്റാൻഡ്സ് ഫോർ ഫയൽ ട്രാൻസ്ഫർ പ്രോട്ടോകോൾ. ഈ ഒരു ഫയൽ ട്രാൻസ്ഫർ പ്രോട്ടോകോൾ എന്ന് പറയുന്ന പ്രോട്ടോകോൾ യൂസ് ചെയ്തിട്ടാണ് നമ്മുടെ കമ്പ്യൂട്ടറിലുള്ള ഫയൽസിനൊക്കെ ആർക്ക് കൊടുക്കുന്നത്? ആരാണോ നമ്മുടെ സെർവർ, ആ സെർവറിന്റെ കമ്പ്യൂട്ടറിലോട്ട് കൊടുക്കുന്നത്. ഓക്കെ, അവിടെ യൂസ് ചെയ്യുന്ന പ്രോട്ടോകോൾ FTP. ഇനി അവിടെ യൂസ് ചെയ്യുന്ന പ്രോട്ടോകോൾസ് മാത്രം പോരാ, അവിടെ യൂസ് ചെയ്യുന്ന കുറച്ച് സോഫ്റ്റ്വെയർസ് ഉണ്ട്. ആ സോഫ്റ്റ്വെയർസ് ആണ് ഫയൽസില്ല, അതേപോലെ തന്നെ ക്യൂട്ട് FTP, ഇതുപോലുള്ള സോഫ്റ്റ്വെയർസ് ആണ് നമ്മൾ അങ്ങനെ ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി FTP എന്ന് പറയുന്ന പ്രോട്ടോകോൾ ആണ് നമ്മൾ യൂസ് ചെയ്യുന്നതെങ്കിൽ ജസ്റ്റ് ഫയൽ ട്രാൻസ്ഫർ പ്രോട്ടോകോൾ, ഫയൽ ട്രാൻസ്ഫർ ചെയ്യുന്നത് മാത്രമേ നടക്കുകയുള്ളൂ. പക്ഷേ നമുക്ക് എന്തും കൂടി നോക്കണം, ഫയൽ ട്രാൻസ്ഫർ ചെയ്യുന്നത് സെക്യൂർഡ് ആയിട്ടാണോ ട്രാൻസ്ഫർ ചെയ്യുന്നത്, അതും കൂടി നമുക്കറിയണം. ഓക്കെ, അങ്ങനെ സെക്യൂർ ആയിട്ട് ട്രാൻസ്ഫർ ചെയ്യുന്ന കാര്യങ്ങൾ നോക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വേണമെങ്കിൽ ഏത് പ്രോട്ടോകോൾ യൂസ് ചെയ്യാം? SFTP എന്ന് പറയുന്ന പ്രോട്ടോകോൾ യൂസ് ചെയ്യാം. SFTP സ്റ്റാൻഡ്സ് ഫോർ സെക്യൂർ ഫയൽ ട്രാൻസ്ഫർ പ്രോട്ടോകോൾ. അതല്ലെങ്കിൽ നമുക്ക് എന്ത് യൂസ് ചെയ്യാം എന്നറിയോ? SSH എന്ന് പറയുന്ന പ്രോട്ടോകോൾ യൂസ് ചെയ്യാം. SSH എന്ന് വെച്ചാല് സെക്യൂർ ഷെൽ പ്രോട്ടോകോൾ. നമ്മളുടെ കമ്പ്യൂട്ടറിൽ നിന്നും സെർവറിന്റെ കമ്പ്യൂട്ടറിലോട്ട് ഫയൽസ് ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടി നമുക്ക് 3 പ്രോട്ടോകോൾസ് യൂസ് ചെയ്യാം. ഒന്ന് FTP ഫയൽ ട്രാൻസ്ഫർ പ്രോട്ടോകോൾ, അതത്ര സെക്യൂർഡ് ഒന്നുമല്ല. പിന്നെ അല്ലെങ്കിൽ നമുക്ക് SFTP യൂസ് ചെയ്യാം, അല്ലെങ്കിൽ SSH യൂസ് ചെയ്യാം. SSH എന്ന് പറയുമ്പോൾ സെക്യൂർ ഷെൽ പ്രോട്ടോകോൾ, SFTP എന്ന് പറയുമ്പോൾ സെക്യൂർ ഫയൽ ട്രാൻസ്ഫർ പ്രോട്ടോകോൾ. ഓക്കെ, അതിനുവേണ്ടി യൂസ് ചെയ്യുന്ന വെബ്സൈറ്റ് ആണ് ഫയൽസ് ഇല്ല, അതേപോലെ തന്നെ ക്യൂട്ട് FTP. ഓക്കെ, ഇതുപോലെ നമ്മൾ എന്ത് ചെയ്യുന്നു? പബ്ലിക്കിന് അവൈലബിൾ ആവുന്ന രീതിയിൽ ഹോസ്റ്റ് ചെയ്ത് എങ്ങോട്ടേക്ക് കൊടുക്കുന്നു? പ്ലേ സ്റ്റോറിലോട്ടാണെങ്കിൽ ആപ്ലിക്കേഷൻ, അല്ലെങ്കിൽ ഗൂഗിളിലോട്ടാണ് സ്പേസ് എടുത്തതെങ്കിൽ ഗൂഗിളിൽ നമുക്ക് എന്ത് ചെയ്യാം? വെബ്സൈറ്റ് അവിടെ ഉണ്ടാവും. നമുക്ക് ആർക്ക് വേണേലും അത് എന്ത് ചെയ്യാം? യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, നമ്മളിപ്പോ യൂസ് ചെയ്യുന്ന ഇപ്പൊ W3 സ്കൂൾ എന്ന് പറയുന്ന ഒരു സൈറ്റിന് ഒരു ആപ്ലിക്കേഷൻ ഇല്ല. ഇത് ആൻഡ്രോയിഡ് ആയിട്ട് തന്നെ ഉണ്ടാവണമെന്നില്ല, പക്ഷെ അതിന് എന്തുണ്ട്? വെബ് പേജ് ഉണ്ട്. അതേപോലെ SCRT DHSE കേരള government.in ഡിസ്ട്രിക്ട് ഹയർ സെക്കൻഡറി എഡ്യൂക്കേഷൻ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സൈറ്റ് ഉണ്ട്. പക്ഷെ അതിന് എന്തില്ല? ആപ്ലിക്കേഷൻ ഇല്ല. നമ്മുടെ സ്കൂളുകളിൽ തന്നെ പല സ്ഥലത്തും എന്തുണ്ടാവും? സൈറ്റ് ഉണ്ടാവും, പക്ഷെ അതിന് എന്തില്ല? ഒരു മൊബൈൽ ആപ്ലിക്കേഷൻ ഉണ്ടാവണമെന്നില്ല. ഓക്കെ, അപ്പൊ മൊബൈൽ ആപ്ലിക്കേഷനിലാണെങ്കിലും ഇതേപോലെ തന്നെ എന്ത് ചെയ്യണം? മൊബൈൽ ആപ്ലിക്കേഷൻ ആണ് ഞാൻ ചെയ്യുന്നതെങ്കിലും അവിടെ എന്ത് തന്നെ ചെയ്യേണ്ടത്? ഇതുപോലെ സ്പേസ് വാങ്ങിച്ച ശേഷം ആ സ്പേസിലോട്ട് എന്ത് ചെയ്യാം? ഡൊമൈൻ നെയിം എന്ന് പറയുമ്പോൾ നമ്മുടെ ആപ്പിന്റെ, അതായത് നമ്മുടെ അപ്പുറത്തെ വെബ്സൈറ്റിനാണെങ്കിൽ ഇവിടെ ആപ്പിന്റെ ഡൊമൈൻ നെയിം ചെക്ക് ചെയ്യുക. ആ ഡൊമൈൻ നെയിമില് നമ്മളുടെ ആപ്പിന്റെ ഡൊമൈൻ നെയിം എന്ന് പറയുമ്പോൾ ഒരു URL ആണ് വരിക. അത് അതുപോലെ എന്ത് ചെയ്യുക? അതിലോട്ട് അപ്ലോഡ് ചെയ്യുക, അതിലോട്ടുള്ള ഫയലും കാര്യങ്ങളൊക്കെ അപ്ലോഡ് ചെയ്യുക. പിന്നെ നമ്മൾ എന്ത് ചെയ്താൽ മതി? ഇടയ്ക്കിടയ്ക്ക് ഈ ഒരു പേയ്മെന്റ്, പൈസ കൊടുത്ത് വാങ്ങിയിട്ടുള്ള സ്ഥലമല്ലേ, അതിപ്പോ ഒരു 6 മാസത്തോട്ടായിരിക്കും വാങ്ങിയിട്ടുണ്ടാവാം, ചിലപ്പോ ഒരു വർഷത്തേക്കായിരിക്കും മേടിച്ചിട്ടുണ്ടാവാം. അപ്പൊ നമ്മൾ അത് എന്ത് ചെയ്യണം? റിന്യൂ ചെയ്തുകൊണ്ടേയിരിക്കണം. ഓക്കെ, അങ്ങനെയാണ് ഈ സൈറ്റ് ഒക്കെ ആർക്ക് കിട്ടുന്നത്? പബ്ലിക്കിലോട്ട് കിട്ടുന്നത്, അല്ലെങ്കിൽ ഈ ആപ്ലിക്കേഷൻ ഒക്കെ പബ്ലിക്കിലോട്ട് കിട്ടുന്നത്. ഇനി അതേപോലെ തന്നെ വേറൊരു മെത്തേഡാണ് ഫ്രീ ഹോസ്റ്റിംഗ്. ഓക്കെ, ഫ്രീ ഹോസ്റ്റിംഗ് എന്ന് വെച്ചാല്
നമുക്ക് എക്സ്പെൻസ് ഒന്നുമില്ല, വെബ്സൈറ്റിൽ ഹോസ്റ്റ് ചെയ്യാൻ പറ്റും. എക്സ്പെൻസ് ഒന്നുമില്ലാതെ തന്നെ ഒരു വെബ്സൈറ്റിലോട്ട് ഹോസ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ എന്തെന്ന് പറയും? ഫ്രീ ഹോസ്റ്റിംഗ് എന്ന് പറയും. ഓക്കെ, അപ്പോ അങ്ങനെ ഫ്രീ ഹോസ്റ്റിംഗ് ചെയ്താല്, ഫ്രീ ഹോസ്റ്റിംഗ് ആണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ നമുക്ക് ആഡ്സ് വരാൻ ചാൻസ് ഉണ്ട്. നമ്മളിങ്ങനെ സ്പോട്ടിഫൈ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ ആഡ് വന്നുകൊണ്ടേയിരിക്കും, യൂട്യൂബ് യൂസ് ചെയ്യുമ്പോൾ നമുക്ക് ആഡ് വന്നുകൊണ്ടേയിരിക്കും. പക്ഷെ ഇതിന്റെയൊക്കെ പ്രീമിയം എടുത്തിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇതൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് പൈസ അടിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് വരില്ല? ആഡ് വരില്ല. അതേപോലെ തന്നെയാണ് ഹോസ്റ്റ് ചെയ്യുമ്പോഴും, നമുക്ക് ഒരു എക്സ്പെൻസും ഇല്ലാതെ നമുക്ക് ഹോസ്റ്റ് ചെയ്യാം. പക്ഷെ നമുക്ക് എന്ത് വന്നുകൊണ്ടേയിരിക്കും? ആ വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ ആഡ് വന്നുകൊണ്ടേയിരിക്കും. നമ്മൾ ചില വെബ്സൈറ്റ് ഒക്കെ നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ ശ്രദ്ധിച്ചാൽ മതി, ആഡ് വന്ന് അത് ഇൻറ്റു മാർക്ക് അടിച്ച് കളയാൻ മാത്രമായിരിക്കും പണി ഉണ്ടാവുക. ഒന്ന് തിരുമ്പോ അടുത്തത്, അടുത്തത് തിരുമ്പോ അടുത്തത്, ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. ഓക്കെ, ഒന്നും വേണ്ട, സ്പോട്ടിഫൈ തന്നെ ഒരു വലിയ എക്സാമ്പിളാ. പക്ഷെ അതിൽ നമ്മൾ പൈസ കൊടുത്തിട്ടാണ് എടുത്തതെങ്കിൽ അവിടെ നമുക്ക് എന്ത് വരില്ല? ആഡ്സ് വരില്ല. ഓക്കെ, ഇനി ഒരു sites.google.com എന്ന് പറഞ്ഞിട്ടുള്ള വെബ്സൈറ്റ്, ഇതൊരു ഫ്രീ ഹോസ്റ്റിംഗിന്റെ എക്സാമ്പിൾ ആണ്. sites.google.com എന്ന് പറയുന്ന ഒരു വെബ്സൈറ്റിന്റെ അതൊരു ഫ്രീ ഹോസ്റ്റിംഗിന് എക്സാമ്പിൾ ആണ്. അതാണ് ഫ്രീ ഹോസ്റ്റിംഗ്. ദെൻ കണ്ടന്റ് മാനേജ്മെന്റ് സിസ്റ്റം. കണ്ടന്റ് മാനേജ്മെന്റ് സിസ്റ്റം അല്ലെങ്കിൽ CMS ഒരു തവണ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. എക്സ്പാൻഡ് CMS, കണ്ടന്റ് മാനേജ്മെന്റ് സിസ്റ്റം. ഓക്കെ, ഇതെന്തിനാണെന്ന് വെച്ചാല് നമുക്ക് ടെക്നിക്കലി വലിയൊരു ഐഡിയ ഇല്ല. ഓക്കെ, പക്ഷെ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? നമുക്ക് കുറച്ചും കൂടി നല്ല അടിപൊളിയായിട്ടുള്ള വെബ്സൈറ്റുകൾ നമുക്ക് ഡെവലപ്പ് ചെയ്യാനും, അതേപോലെ അതിനെ കൺട്രോൾ ചെയ്യാനും, അതേപോലെ തന്നെ അത് മറ്റുള്ളവർക്ക് അവൈലബിൾ ആക്കാനും ഒക്കെ പറ്റും. ഓക്കെ, അങ്ങനെ നമ്മൾ സെറ്റ് ചെയ്യുന്ന സോഫ്റ്റ്വെയർസിനെയാണ് CMS ഓർ കണ്ടന്റ് മാനേജ്മെന്റ് സിസ്റ്റം എന്ന് പറയുന്നത്. ഓക്കെ, അതായത് ഓൾറെഡി നമുക്കൊരു വെബ് പേജ് സെറ്റ് ചെയ്ത് വെച്ച്, ഇപ്പൊ കുറെ ടെംപ്ലേറ്റ്സ് എന്നൊക്കെ കേട്ടിട്ടുണ്ടാവും. ടെംപ്ലേറ്റ്സ് എന്ന് പറഞ്ഞാല് ജസ്റ്റ് ഞാൻ കാണിച്ചു തരാം. ടെംപ്ലേറ്റ്സ്, ഫ്രീ ടെംപ്ലേറ്റ്സ്, കാൻവ ഫ്രീ ടെംപ്ലേറ്റ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് സാധനം കാണും. അതായത് ചില ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ വെബ് പേജ് നമ്മൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് അതിന്റെ കണ്ടന്റ് മാത്രം കൊടുത്താൽ മതി. നമുക്ക് ഫ്രീ ആയിട്ട് അതിന്റെ പേജ് അവൈലബിൾ ആയിട്ട് വരും. ഓക്കെ, ഒരു എക്സാമ്പിൾ ഇതാ, ഇവിടെ ഈ ഒരു സൈറ്റില് ഇപ്പൊ കണ്ടോ, ഇതൊരു വെബ് പേജിന്റെ ഡിസൈൻ ആണ്. ഓക്കെ, ജസ്റ്റ് ഒരു ജനറൽ ആയിട്ടുള്ള ഒരു വെബ് പേജിന്റെ ഡിസൈൻ ആണ് നമുക്കിവിടെ കാണുന്നത്. കണ്ടോ, ഇതൊരു ഡിസൈൻ ആണ്. ഇവിടെ ഐ ഡു ഡ്രോ സംടൈംസ് എന്നൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഫോളോ മീ ഓൺ സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞിട്ട് ഫേസ്ബുക്ക്, ഇൻസ്റ്റ ഒക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ എന്താ ഷൂസിന്റെ ഒക്കെ എന്തൊക്കെയോ പരസ്യമൊക്കെ കൊടുത്തു. ഇതൊരു ടെംപ്ലേറ്റ് ആണ്. ഓക്കെ, ഇവിടെ ഫോർ എവർ എ ചൈൽഡ് എന്നൊക്കെ കൊടുത്തിട്ടുണ്ട്, എഡ്യൂക്കേഷൻ കൊടുത്തിട്ടുണ്ട്, എക്സ്പീരിയൻസ്. അപ്പൊ ഞാനൊരു സ്കൂളിന്റെ സൈറ്റ് അങ്ങനെ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ എനിക്ക് ഇമേജ് ഒക്കെ മാറ്റി ഈ ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഈ ഒരു ടെംപ്ലേറ്റ് എടുക്കുക. അങ്ങനെ എടുക്കുമ്പോൾ അതിന്റെ കോഡ് ഫ്രീ ആയിട്ട് നമുക്ക് അവൈലബിൾ ആയിരിക്കും. ആ കോഡ് എടുക്കുക. ആ കോഡിൽ എനിക്കിത് എങ്ങനെയാണോ മാറ്റേണ്ടത്, എങ്ങനെയാണോ ഒരു പുതിയ രീതിയിലോട്ട് മാറ്റേണ്ടത്, ആ രീതിയിലോട്ട് ഇതാ നെയിം, ഇമെയില്, മെസ്സേജ്, അതേപോലെ എനിക്കിവിടെ നെയിം, ഇമെയില്, പാസ്വേഡ് ആണെന്നുണ്ടെങ്കിൽ അങ്ങനെ കൊടുക്കാം, സബ്മിറ്റ് കൊടുക്കുക, വേണമെങ്കിൽ ഫോർഗോട്ട് കൊടുക്കാം. അതേപോലെ എന്റെ ഐഡിയ എങ്ങനെയാണോ ആ രീതിയിലോട്ട് ഞാൻ മാറ്റുന്നു. പക്ഷെ ഈ പേജ് ഞാനായിട്ട് ഉണ്ടാക്കിയതുമല്ല, ഓൾറെഡി നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഒരു പേജ് എടുക്കുന്നു, അവിടെ ഞാൻ എന്റെ ഓൺ ഐഡിയയിലോട്ട് ക്രിയേറ്റ് ചെയ്യുന്നു.
അതാണ് ടെംപ്ലേറ്റ്സ്. ഓക്കെ, അങ്ങനെയൊക്കെ ക്രിയേറ്റ് ചെയ്യുന്നതിനെയാണ്, അങ്ങനെ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നതല്ല, ഈ ടെംപ്ലേറ്റ്സ് ഒക്കെ നമുക്ക് അവൈലബിൾ ആയി കിട്ടുന്നു. അങ്ങനെ കിട്ടുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയാ, കണ്ടന്റ് മാനേജ്മെന്റ് സിസ്റ്റം എന്ന് പറയുന്നത്. ജവാദ, ജവാദ, ഹലോ ജവാദ, എന്റെ വോയിസ് കേൾക്കുന്നില്ലടാ. ജവാദ, യെസ്, കേക്കുന്നില്ല, ഇവിടെ ഇല്ല ആള്. മൈക്ക് ഓൺ ആക്കാൻ കുറച്ച് കണ്ടന്റ് മാനേജ്മെന്റ് സിസ്റ്റം വരെ ഓക്കെ ആണോ? എന്താണ് വെബ് ഹോസ്റ്റിംഗ്, ടൈപ്സ് ഓഫ് വെബ് ഹോസ്റ്റിംഗ്, എങ്ങനെയാണ് ഒരു സ്പേസ് വാങ്ങുക, സ്പേസ് വാങ്ങിയിട്ട് എങ്ങനെയാണ് ആ ഒരു സ്പേസിലോട്ട് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നത്, അതായത് ഫയൽസ് ഒക്കെ അപ്ലോഡ് ചെയ്യുന്നത്, എങ്ങനെയാണ് അത് പബ്ലിക്കിന് അവൈലബിൾ ആവുന്നത്, ദെൻ എന്താണ് CMS ഓർ കണ്ടന്റ് മാനേജ്മെന്റ് സിസ്റ്റം. ഇത്രയും ഓക്കെ ആണോ? ഓക്കെ, നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് റെസ്പോൺസീവ് ഡിസൈൻ. റെസ്പോൺസീവ് ഡിസൈൻ വെച്ചാല് നമ്മുടെ വെബ്സൈറ്റ്, അതേപോലെ തന്നെ കമ്പ്യൂട്ടർ, അതേപോലെ നമ്മുടെ ലാപ്ടോപ്പ്, നമ്മുടെ ഇലക്ട്രോണിക് എക്യുപ്മെന്റ്സ് ഒക്കെ, ഇതിലൊക്കെ നമ്മളുടെ സ്ക്രീനിന്റെ ഒരു സൈസ് ഉണ്ടാവില്ലേ, ആ സൈസിനനുസരിച്ച് കറക്റ്റ് ആയിട്ട് ഒരു ഡിസൈൻ വരണം. ഓക്കെ, അങ്ങനെ വരുന്ന ഡിസൈനെയാണ് റെസ്പോൺസീവ് ഡിസൈൻ എന്ന് പറയാം. ഇപ്പൊ നോർമൽ ആയിട്ട് പറഞ്ഞാല് ഞാനിപ്പം എന്റെ ഫോണിൽ പോയിട്ട് ജസ്റ്റ് ഒരു വെബ്സൈറ്റ് ചെക്ക് ചെയ്യുന്നു. ഓക്കെ, w3school.com അല്ലെങ്കിൽ ജസ്റ്റ് ഏതെങ്കിലും ഒരു സൈറ്റിൽ രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി ചെക്ക് ചെയ്യുന്നു. അപ്പം എനിക്ക് വളരെ ചെറുതായിട്ടായിരിക്കും ആ ഒരു പേജ് വന്നിട്ടുണ്ടാവാം. വളരെ ചെറുതായിട്ട് വെച്ചാൽ എന്റെ ഫോണിന്റെ സൈസിന് കറക്റ്റ് ആയിട്ടായിരിക്കും ആ ഒരു പേജ് വന്നിട്ടുണ്ടാവാം. എനിക്ക് വേണമെങ്കിൽ അത് എന്ത് ചെയ്യാം, വെബ്സൈറ്റിന്റെ സൈറ്റിന്നോ അങ്ങനെ ഡെസ്ക്ടോപ്പിന്റെ സൈറ്റ് എന്ന് വേണമെങ്കിൽ ടിക്ക് ചെയ്താല് എനിക്ക് കമ്പ്യൂട്ടറിൽ കാണുന്ന പോലെ കാണാൻ വേണ്ടി പറ്റും. പക്ഷെ കമ്പ്യൂട്ടറിൽ കാണുന്ന പോലെ ആ പേജ് വരുമെങ്കിലും എനിക്കത് വായിക്കാൻ വേണ്ടി പറ്റില്ല, കാരണം അത്രയും ചെറിയ ഒരു റൈറ്റിംഗ്സ് ആയിരിക്കും അതിലുണ്ടാവാം. ഓക്കെ, പക്ഷെ എനിക്ക് സിസ്റ്റത്തിലാണ് ഞാൻ ആ വെബ് പേജ് ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ എനിക്ക് എന്താവും, അത്യാവശ്യം കുറച്ച് വലിയൊരു സ്ക്രീനിലായിരിക്കും അത് കാണാൻ വേണ്ടി പറ്റുക. ഇനി ഇതില് ഐപാഡിലാണെങ്കിൽ എന്താ ചെയ്യാ, വേറൊരു സ്ക്രീനിലായിരിക്കും, വേറൊരു സ്ക്രീൻ ടൈപ്പിലായിരിക്കും എന്തുണ്ടാവുക, അതായത് കുറച്ചും കൂടി വലുതും അല്ല എന്നാ തീരെ ചെറുതും അല്ല ഉള്ള രീതിയിലായിരിക്കും എനിക്ക് കാണാൻ വേണ്ടി പറ്റുക. ഓക്കെ, അപ്പം ഓരോന്നിലും ഓരോ രീതിയിലാണ് നമ്മളുടെ ലേ ഔട്ട് ഉണ്ടാവുക. അപ്പോ ഈ ഡിസൈനിനെ നമുക്ക് മെയിൻ ആയിട്ട് 3 ടൈപ്പിൽ നമ്മൾ ലേ ഔട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. ഒന്ന് ഫ്ലെക്സിബിൾ ഗ്രിഡ് ലേ ഔട്ട്, പിന്നെ അതേപോലെ തന്നെ 3 ടൈപ്പിലുണ്ട്. ഫസ്റ്റ് വൺ ഫ്ലെക്സിബിൾ ഗ്രിഡ് ലേ ഔട്ട്, then flexible images, third one media queries. ഓക്കെ, ഫ്ലെക്സിബിൾ ഗ്രിഡ് ലേഔട്ട് എന്ന് വെച്ചാൽ വെബ് പേജിന്റെ സൈസ് പിക്സൽസ് ആയിരിക്കും ഉണ്ടാവുക. വെബ് പേജിന്റെ സൈസ് എങ്ങനെയാ ഉണ്ടാവുക, പിക്സൽസ് ആയിട്ടായിരിക്കും ഉണ്ടാവുക. ഓക്കെ, ആ പിക്സൽസിലായിട്ട് ഉണ്ടാവുന്ന സിസ്റ്റത്തിന്റെ ആ ഒരു സ്ക്രീൻ അനുസരിച്ചിട്ടായിരിക്കും നമ്മളുടെ
പേഴ്സൻറ്റേജ് എന്നുള്ള രീതിയിൽ നമ്മൾ എന്ത് ചെയ്യും, ആ ഒരു സ്ക്രീനിന് ഇപ്പൊ ഫോൺ ആണെങ്കിൽ അതിന്റെ ഈ ഒരു ഗ്രിഡിന് ഓരോ പേഴ്സൻറ്റേജ് ഉണ്ടാവും. ആ പേഴ്സൻറ്റേജ് എന്നുള്ള രീതിയിൽ അത് ഡിസൈൻ ചെയ്യും, ആ ഒരു പേജ് ഡിസൈൻ ചെയ്യും. ഓക്കെ, ഇനി ഫ്ലെക്സിബിൾ ഇമേജസ് എന്ന് പറഞ്ഞാല് നമ്മൾക്ക് ഒരുപാട് ഇമേജസ് ഉണ്ടാവും, അതേപോലെ തന്നെ വീഡിയോസ് ഉണ്ടാവും. ഇതൊക്കെ എന്ത് ചെയ്യും, നമ്മുടെ സ്ക്രീനിന്റെ ആ ഒരു സൈസിനനുസരിച്ച് അത് സ്വന്തം മീൻസ് ഇപ്പൊ ചിലപ്പോ എനിക്ക് അത് റെഡ്യൂസ് ചെയ്യണമെങ്കിൽ അത് തന്നെത്താൽ റെഡ്യൂസ് ചെയ്യും, അത് വലുതാണെങ്കിൽ തന്നെത്താലെ വലുതാവും. ഓക്കെ, അങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ് ഫ്ലെക്സിബിൾ ഇമേജസ് എന്ന് പറയുന്നത്. ഇനി മീഡിയ ക്വറീസ് എന്ന് പറഞ്ഞാല് നമ്മൾ CSS ഫയൽ യൂസ് ചെയ്യുന്ന ഒരു ടെക്നിക്കാണ് മീഡിയ ക്വറീസ് എന്ന് പറയുന്നത്. CSS ഫയലിൽ യൂസ് ചെയ്യുന്ന ഒരു ടെക്നിക്കാണ് ഏത്, മീഡിയ ക്വറീസ് എന്ന് പറയുന്നത്. അതെന്താന്ന് വെച്ചാല് ഓരോ എക്യുപ്മെന്റും, അതായത് ഫോൺ ആയാലും ലാപ്ടോപ്പ് ആയാലും ടാബ്ലറ്റ് ആയാലും അതിന്റെ സൈസ് അനുസരിച്ച് അത് ഡിഫറെന്റ് സ്റ്റൈല് കൊടുക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. ഇതിന്റെ സ്ക്രീൻ സൈസ് അനുസരിച്ച് അത് എന്ത് ചെയ്യും, ഡിഫറെന്റ് സൈസ് ഡിഫറെന്റ് എന്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്, സ്റ്റൈല് കൊടുക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. ഇപ്പം ഒരു ലാപ്ടോപ്പിൽ നമ്മൾ കാണുന്ന ഒരു സൈസ് നമ്മളുടെ മൊബൈലിന്റെ മെനുവിൽ കാണാൻ വേണ്ടി പറ്റുമോ? ഇല്ല. അത് നമുക്ക് ഈ ഒരു ഐപാഡിൽ കാണാൻ വേണ്ടി പറ്റുമോ? ഇല്ല. ഒരു ഡ്രോപ്പ് ഡൗൺ മെനു പോലെ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, ചേഞ്ച് ചെയ്യാൻ വേണ്ടി പറ്റുന്നതിനെയാണ് നമ്മള് മീഡിയ ക്വറീസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇത് മൂന്നെണ്ണമാണ് റെസ്പോൺസീവ് ഡിസൈനിന്റെ ഇംപ്ലിമെന്റേഷന് ഹെൽപ്പ് ചെയ്യുന്ന പാർട്സ്. ഒന്ന് ഫ്ലെക്സിബിൾ ഗ്രിഡ് ലേഔട്ട്, ദെൻ ഫ്ലെക്സിബിൾ ഇമേജസ്, അതേപോലെ തന്നെ മീഡിയ ക്വറീസ്. ഓക്കെ, ഇനി ഡൊമൈൻ നെയിം രജിസ്ട്രേഷൻ. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. ഫസ്റ്റ് വെബ് ഹോസ്റ്റിംഗ് എന്ന് പറഞ്ഞു. നമ്മൾക്ക് നമ്മളുടെ കയ്യിലുള്ള ഒരു വെബ്സൈറ്റിനെ നമുക്ക് പബ്ലിക്കിലോട്ട് അവൈലബിൾ ആക്കാൻ വേണ്ടി നമ്മളൊരു സ്പേസ് വാങ്ങുന്നതിനാണ് വെബ് ഹോസ്റ്റിംഗ് എന്ന് പറയാ. എത്ര ടൈപ്പ് ഹോസ്റ്റിംഗ് ഉണ്ട്? 3 ടൈപ്പ് ഉണ്ട്. ഷെയർഡ് ഹോസ്റ്റിംഗ്, ഡെഡിക്കേറ്റഡ് ഹോസ്റ്റിംഗ് ആൻഡ് വെർച്വൽ പ്രൈവറ്റ് സെർവർ അല്ലെങ്കിൽ VPS. ഷെയർഡ് ഹോസ്റ്റിംഗ് എന്ന് വെച്ചാൽ ഏറ്റവും നോർമൽ ആയിട്ടുള്ള ഒരു ഹോസ്റ്റിംഗ് ആണ് ഷെയർഡ് ഹോസ്റ്റിംഗ്. ഒരു സിംഗിൾ വെബ് സെർവറിലുള്ള റാം, അതേപോലെ തന്നെ CPU ഇതൊക്കെ എന്ത് ചെയ്യുന്നു, ഒരു ഡിഫറെന്റ് വെബ്സൈറ്റിലോട്ട് ഷെയർ ചെയ്യുന്നതിനാണ് ഷെയർഡ് ഹോസ്റ്റിംഗ് എന്ന് പറയുന്നത്. അതിന്റെ എക്സ്പെൻസ് കുറവാണ്. പിന്നെ ഡെഡിക്കേറ്റഡ് ഹോസ്റ്റിംഗ് എന്ന് വെച്ചാൽ നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു വലിയ സൈറ്റ്, ആ ഒരു സൈറ്റിന്റെ സെർവർ കംപ്ലീറ്റ് ഒരു കമ്പ്യൂട്ടറിന് കൊടുക്കുകയാണ്. ഇപ്പൊ ഗവൺമെന്റ് ഏജൻസിന്റെ ഏതെങ്കിലും സൈറ്റ് ഉണ്ടെങ്കിൽ അതിനൊക്കെയാണ് ഈ ഡെഡിക്കേറ്റഡ് ഹോസ്റ്റിംഗ് നമ്മൾ ചെയ്യുക. അപ്പൊ അങ്ങനെ ചെയ്യുമ്പോൾ അതിന് എക്സ്പെൻസ് കൂടുതലാണ്. ദെൻ വെർച്വൽ പ്രൈവറ്റ് സെർവർ എന്ന് വെച്ചാൽ വെർച്വലൈസേഷൻ എന്ന് പറയുന്ന ടെക്നിക്ക് യൂസ് ചെയ്തിട്ട് ഒരു ഫിസിക്കൽ സെർവറിനെ ഡിഫറെന്റ് സെർവറിലോട്ട് കൊടുക്കുന്ന ഒരു ടെക്നിക്കിനെയാണ് നമ്മൾ എന്തെന്ന് പറയാം, വെർച്വൽ പ്രൈവറ്റ് സെർവർ എന്ന് പറയുന്നത്. പിന്നെ ഡൊമൈൻ നെയിം രജിസ്ട്രേഷൻ എങ്ങനെയാ വെച്ചാൽ ഫസ്റ്റ് നമ്മുടെ ഡൊമൈൻ നെയിം ചെക്ക് ചെയ്യുന്നു, ആ ഒരു ഡൊമൈൻ നെയിം അവൈലബിൾ ആണോ എന്ന് നോക്കുന്നു. ആണെങ്കിൽ എന്ത് ചെയ്യുവാണ്, കുറച്ച് പൈസ കൊടുത്തിട്ട് ഒരു സ്പേസ് വാങ്ങുന്നു. ആ സ്പേസിലോട്ട് ഈ ഡൊമൈൻ നെയിമിലോട്ട് കറസ്പോണ്ടിങ് ആയിട്ടുള്ള HTML ഫയലും CSS ഫയലും ഒക്കെ അപ്ലോഡ് ചെയ്യുന്നു. അങ്ങനെ അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന പ്രോട്ടോകോൾ FTP യൂസ് ചെയ്യാം, അല്ലെങ്കിൽ SFTP യൂസ് ചെയ്യാം, അല്ലെങ്കിൽ SSH യൂസ് ചെയ്യാം. FTP സ്റ്റാൻഡ്സ് ഫോർ ഫയൽ ട്രാൻസ്ഫർ പ്രോട്ടോകോൾ, SSH സ്റ്റാൻഡ്സ് ഫോർ സെക്യൂർ ഷെൽ, SFTP സ്റ്റാൻഡ്സ് ഫോർ സെക്യൂർ ഫയൽ ട്രാൻസ്ഫർ പ്രോട്ടോകോൾ. ദെൻ ഇത് പ്രോട്ടോകോൾ യൂസ് ചെയ്തിട്ട് നമുക്ക് അപ്ലോഡ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന വെബ്സൈറ്റ് ആണ് Qt FTP. അതേപോലെ തന്നെ ഫയൽസ് ഇല്ല. പിന്നെ നമ്മൾ പഠിച്ചത് കണ്ടന്റ് മാനേജ്മെന്റ് സിസ്റ്റം അല്ലെങ്കിൽ CMS എന്ന് പറഞ്ഞാൽ നമ്മൾ കോഡിങ്ങിനെ കുറിച്ച് വലിയൊരു ഐഡിയ ഇല്ലാത്ത ഒരാൾക്ക് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, ഡിഫറെന്റ് സ്റ്റൈലിലുള്ള വെബ് പേജസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. അങ്ങനെ വെബ് പേജസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുമെങ്കിൽ ആ വെബ് പേജസ് നമുക്ക് എന്ത് ചെയ്യാം, നമ്മളുടെ ഇപ്പൊ കോഡിങ് അറിയുന്ന ഒരാൾക്കാണെങ്കിലും ആ വെബ് പേജസ് യൂസ് ചെയ്തിട്ട് അതിലുള്ള കാര്യങ്ങളൊക്കെ മാറ്റി കൊടുക്കാം. ഇപ്പോ വേർഡ് പ്രസ് ഒക്കെ അതിനൊരു എക്സാമ്പിൾ ആണ് വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യാനുള്ള. അതേപോലെ ജൂമില എന്ന് പറഞ്ഞൊരു വെബ്സൈറ്റ് ഉണ്ട്. അതൊക്കെ എന്താണ്, ഒരു നമുക്ക് കോഡിംഗ് ഒന്നും അറിയാണ്ട ഒരു പേജ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ ലാസ്റ്റ് പറഞ്ഞേക്കുന്നത് ഫ്രീ ഹോസ്റ്റിംഗ് എന്ന് വെച്ചാൽ ഒരു എക്സ്പെൻസ് ഒന്നും ഇല്ലാതെ വെബ്സൈറ്റിനെ ഹോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു സർവീസിനെയാണ് നമ്മൾ എന്തെന്ന് പറയാ,
ഫ്രീ ഹോസ്റ്റിംഗ് എന്ന് പറയുന്നത്. പക്ഷെ ഫ്രീ ഹോസ്റ്റിംഗ് ചെയ്യുമ്പോഴുള്ള ഡ്രോബാക്ക് എന്താണെന്ന് വെച്ചാൽ അവിടെ എന്ത് കൂടുതലാണ്, നമ്മളുടെ ആഡ് വരാനുള്ള ചാൻസ് കൂടുതലാണ്. ഓക്കെ, അതാണ് അതിന്റെ ആകെയുള്ള ഒരു ഡ്രോബാക്ക് എന്ന് പറയുന്നത്. ഇത്രയും കാര്യങ്ങളാണ് വെബ് ഹോസ്റ്റിംഗ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. ഇനി ഇതിന്റെ ക്വസ്റ്റ്യൻസ് പറഞ്ഞുതരാം. ഇത്രയും ഓക്കെ അല്ലേ ജവാദ? ഓക്കെ, ഇനി ഇതിന് പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഞാൻ നെക്സ്റ്റ് പറയുന്നത്. Define web hosting and web host. Define web hosting and web host. എന്താന്ന് വെച്ചാല് ഒരു വെബ് ഹോസ്റ്റ് എന്താണ്, അതെങ്ങനെയാണ് വെബ്സൈറ്റിൽ ഡാറ്റയെ സ്റ്റോർ ചെയ്യുന്നത്, ആ കാര്യങ്ങളൊക്കെ. വെബ് ഹോസ്റ്റിംഗ് എന്ന് വെച്ചാൽ ആ ഒരു പ്രോസസ്സിനെ, വെബ് ഹോസ്റ്റ് എന്ന് വെച്ചാൽ ആ സ്പേസ് നൽകുന്ന ആരാണോ അതിനെയാണ് നമ്മൾ എന്താ പറയാ, വെബ് ഹോസ്റ്റ് എന്ന് പറയുന്നത്. പിന്നെ ടൈപ്സ് ഓഫ് വെബ് ഹോസ്റ്റിംഗ്. ടൈപ്സ് ഓഫ് വെബ് ഹോസ്റ്റിംഗ് എന്ന് പറയുമ്പോൾ നമുക്ക് ഷെയർഡ് വരും, അതേപോലെ തന്നെ ഡെഡിക്കേറ്റഡ് വരും, ദെൻ അതേപോലെ തന്നെ VPS ഹോസ്റ്റിംഗ് വരും. ഇതിന്റെ എക്സ്പാൻഷൻ പഠിച്ചു വെക്കണം. വെർച്വൽ പ്രൈവറ്റ് സെർവർ. പിന്നെ ഒരു ക്വസ്റ്റ്യൻ, which type of hosting is suitable for small websites? സ്മോൾ വെബ്സൈറ്റ്സ് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഹോസ്റ്റിംഗ് ഏതാണെന്ന് ചോദിച്ചാല് ഡെഡിക്കേറ്റഡ് ഒരിക്കലും വരില്ല, ഡെഡിക്കേറ്റഡ് വലുതാണ്. പിന്നെ ഫ്രീയും വരില്ല, പിന്നെ അതേപോലെ VPSഉം വരില്ല. അപ്പൊ പിന്നെ ഏത് മാത്രമേ വരാൻ ചാൻസ് ഉള്ളൂ? ഷെയർഡ് ഹോസ്റ്റിംഗ് ആണ്. അതിന്റെ പോയിന്റിൽ തന്നെ നമ്മൾ പഠിച്ചായിരുന്നു. വാട്ട് ആർ ദ അഡ്വാൻറ്റേജസ് ഓഫ് VPS ഓവർ ഷെയർഡ് ഹോസ്റ്റിംഗ്? VPS ഷെയർഡ് ഹോസ്റ്റിംഗിനെ സംബന്ധിച്ച് എന്തൊക്കെ അഡ്വാൻറ്റേജസ് ഉണ്ട്? നമുക്ക് ഷെയർഡ് ഹോസ്റ്റിംഗിൽ ചെറിയ വെബ്സൈറ്റുകളാണ് കുറച്ചും കൂടി സ്യൂട്ടബിൾ പറയുന്നത്. പക്ഷെ VPSലോട്ട് വരുമ്പോൾ നമുക്ക് സെക്യൂർഡ് ആയിട്ട് കുറച്ചും കൂടി നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, എന്തെങ്കിലും ഫയൽസും കാര്യങ്ങളൊക്കെ അപ്ലോഡ് ചെയ്യാനുള്ളതൊക്കെ കുറച്ചും കൂടി സെക്യൂർഡ് ആയിട്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അപ്ലോഡ് ചെയ്യാൻ വേണ്ടി പറ്റും, ഹോസ്റ്റിംഗ് നടക്കും. പിന്നെ അവിടെ എന്ന് വെച്ചാൽ നമുക്ക് എന്താണ്, എല്ലാ ഡാറ്റയിലും ഒരേപോലെ നമുക്ക് ആർക്ക് വേണമെങ്കിലും ഒരുമിച്ച് അവൈലബിൾ ആവുന്ന രീതിയിലാണ് ഷെയർഡ് ഹോസ്റ്റിംഗിൽ നമ്മൾ എന്ത് ചെയ്യുന്നത്, ഹോസ്റ്റിംഗ് നടത്തുന്നത്. ഓക്കെ, പിന്നെ അതേപോലെ തന്നെ നമുക്കറിയാം ഷെയർഡ് ഹോസ്റ്റിംഗിൽ എക്സ്പെൻസ് കൂടുതലാണ്. ഇവിടെ കുറച്ചും കൂടി സെക്യൂർഡ് ആണെന്നുള്ളത് പോലെ തന്നെ നമുക്ക് ബെറ്റർ റിലയബിലിറ്റി പ്രൊവൈഡ് ചെയ്യുന്നു എന്ന് കൊടുക്കാം. പിന്നെ കൺസിസ്റ്റന്റ് ആണ്, സ്കെയിലബിൾ പെർഫോമൻസ് ആണ്. ഇതൊക്കെ അതിന്റെ എന്താണ്, അഡ്വാൻറ്റേജസ് ആണ്. പിന്നെ വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ, വെബ് സെർവർ വേഴ്സസ് വെബ് ഹോസ്റ്റ്. വെബ് സെർവർ വേഴ്സസ് വെബ് ഹോസ്റ്റ്. എന്താണ് വെബ് സെർവർ എന്ന് പറയാ, എന്താണ് വെബ് ഹോസ്റ്റ് എന്ന് പറയാ? വെബ് സെർവർ എന്ന് വെച്ചാൽ നമ്മളുടെ ഈ ഒരു ഇതിനെ ഹോസ്റ്റ് ചെയ്യാനുള്ള ഇതിനെ സെക്യൂർ ആയിട്ട് സ്റ്റോർ ചെയ്യാനുള്ള സ്ഥലത്തിനാണ് വെബ് സെർവർ, അല്ലെങ്കിൽ ഒരു കമ്പ്യൂട്ടറിൽ, ഒരു ഇൻഡിവിജ്വൽ കമ്പ്യൂട്ടറിലോട്ട് സ്റ്റോർ ചെയ്ത് വെക്കുന്നു. പിന്നെ ഹോസ്റ്റ് എന്ന് പറയുമ്പോൾ ഒരു സ്പേസ് വാങ്ങിയിട്ട് ഡോക്യുമെന്റ്സിനൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നു, അപ്ലോഡ് ചെയ്തിട്ട് പബ്ലിക്കിന് അവൈലബിൾ ആക്കുന്നു. അങ്ങനെ അവൈലബിൾ ആക്കാൻ വേണ്ടി വരുന്ന ആരാണോ നമ്മൾ അവൈലബിൾ ആക്കാൻ വേണ്ടി പ്രൊവൈഡ് ചെയ്യുന്നത്, അവരാണ് വെബ് ഹോസ്റ്റ് എന്ന് പറയുന്നത്. ആ പ്രോസസ്സിനെയാണ് വെബ് ഹോസ്റ്റിംഗ് എന്ന് പറയുന്നത്. പിന്നെ
Steps to host a website. Steps to host a website എന്ന് പറഞ്ഞാല് നമ്മൾ ഫസ്റ്റ് എന്ത് ചെയ്യാം, നമുക്ക് ആവശ്യമുള്ള ഒരു ഡൊമൈൻ നെയിം അടിച്ചുകൊടുത്തിട്ട് ഈ ഡൊമൈൻ നെയിം അവൈലബിൾ ആണോ നോക്കുക. അവൈലബിൾ ആണെങ്കിൽ എന്ത് ചെയ്താൽ മതി, നമുക്ക് ആ ഒരു അവൈലബിൾ ആയിട്ടുള്ള സ്പേസ് പൈസ കൊടുത്ത് മേടിക്കാം. എന്നിട്ട് ആ സ്പേസിലോട്ട് എന്ത് ചെയ്യുക, നമ്മുടെ ഫയൽസ് ഒക്കെ അപ്ലോഡ് ചെയ്യുക. ഫയൽസ് അപ്ലോഡ് ചെയ്യുമ്പോൾ യൂസ് ചെയ്യുന്ന പ്രോട്ടോകോൾസ് ഏതൊക്കെയാണ്, ഫയൽസ് അപ്ലോഡ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന വെബ്സൈറ്റ് ഏതാണ്, ദെൻ ആ ഫയൽസ് അപ്ലോഡ് ചെയ്ത ശേഷം അത് ആർക്ക് അവൈലബിൾ ആയിരിക്കും, പബ്ലിക്കിന് അവൈലബിൾ ആയിരിക്കും. അതാണ് സ്റ്റെപ്സ് ടു എ വെബ് ഹോസ്റ്റ്. ദെൻ explain the purpose of an FTP client in web hosting. ഹോസ്റ്റിംഗിന്റെ പർപ്പസ് എന്തൊക്കെയാണെന്നുള്ളത്, ഒരു ഫയൽ ട്രാൻസ്ഫർ പ്രോട്ടോകോൾ ക്ലയന്റിന് വെബ് ഹോസ്റ്റിംഗിന്റെ പർപ്പസ് എന്തൊക്കെയാണെന്നുള്ളത് ഫയൽ ട്രാൻസ്ഫർ പ്രോട്ടോകോൾ അങ്ങ് വിവരിച്ചങ്ങ് എഴുതിയാൽ മതി. Difference between shared hosting and dedicated hosting. What is the difference between shared hosting and dedicated hosting? പിന്നെ define a web server and its role in publishing websites. ഒരു വെബ്സൈറ്റ് പബ്ലിഷ് ചെയ്യുന്നതിൽ വെബ് സെർവറിന്റെ റോൾ എന്താണെന്ന് ഡിഫൈൻ ചെയ്യാം. വാട്ട് ഈസ് ആൻ FTP ക്ലയന്റ്? ഫയൽ ട്രാൻസ്ഫർ പ്രോട്ടോകോൾ എന്താണെന്ന് ഡിഫൈൻ ചെയ്ത് എഴുതാം. പിന്നെ എന്നിട്ട് അതിൽ യൂസ് ചെയ്യുന്ന വെബ്സൈറ്റ്, ഫയൽസ് ഇല്ല എന്ന് പറഞ്ഞ വെബ്സൈറ്റ് യൂസ് ചെയ്ത് നമ്മൾ ഡോക്യുമെന്റ് അപ്ലോഡ് ചെയ്യാനൊക്കെ യൂസ് ചെയ്യുന്ന ആ കാര്യങ്ങളൊക്കെ എഴുതാം. പിന്നെ പിന്നെ ഇതുപോലൊരു ക്വസ്റ്റ്യൻ ചോദിക്കാം. ഇപ്പോ ക്വസ്റ്റ്യൻ ആണ്, ഞാൻ കാണിച്ചുതരാം. പ്രിയ ഹാസ് developed a website for her shop. She has purchased a domain name and hosting space. Name the software that will help her to transfer her files from her computer to the web server. Then list the requirements in that software that are necessary to connect to the. ഒരു തവണ ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, ഒരു തവണ മാത്രമേ കണ്ടിട്ടുള്ളൂ, ഇനി ചോദിച്ചുകൂടാന്നില്ല. ഫസ്റ്റ്, പ്രിയ ഹാസ് ഡെവലപ്ഡ് എ വെബ്സൈറ്റ് ഫോർ ഹെർ ഷോപ്പ്. പ്രിയ അവരുടെ ഷോപ്പിന് വേണ്ടിയിട്ട് ഒരു വെബ്സൈറ്റ് ഡെവലപ്പ് ചെയ്തു. ഓക്കെ. ഷീ ഹാസ് പർച്ചേസ്ഡ് എ ഡൊമൈൻ നെയിം ആൻഡ് ഹോസ്റ്റിംഗ് സ്പേസ്. അവൾ എന്തുകൊണ്ട് പർച്ചേസ് ചെയ്തു? ഒരു ഡൊമൈൻ നെയിമും ഒരു ഹോസ്റ്റിംഗ് സ്പേസും പർച്ചേസ് ചെയ്തു. ഫസ്റ്റ്, നെയിം ദ സോഫ്റ്റ്വെയർ ദാറ്റ് വിൽ ഹെൽപ്പ് ഹെർ ടു ട്രാൻസ്ഫർ her file from the computer to the web server. കമ്പ്യൂട്ടറിൽ ഈ വെബ് സെർവറിലോട്ട് ഫയൽ ട്രാൻസ്ഫർ ചെയ്യാൻ പ്രിയ യൂസ് ചെയ്യുന്ന വെബ്സൈറ്റ് ഏതൊക്കെയാണ്? നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഫയൽസ് ഇല്ല, ക്യൂട്ട് FTP,
ഇതുപോലുള്ള ഫയൽസ് ഇതുപോലുള്ള സോഫ്റ്റ്വെയർസ് അല്ലെങ്കിൽ വെബ്സൈറ്റ്സ് യൂസ് ചെയ്യാം. അതേപോലെ തന്നെ അടുത്ത ക്വസ്റ്റ്യൻ, ലിസ്റ്റ് ദ റിക്വയർമെന്റ്സ് ഇൻ ദാറ്റ് സോഫ്റ്റ്വെയർ ദാറ്റ് ആർ നെസസറി ടു കണക്ട് ടു ദ വെബ് സെർവർ. ഒരു വെബ് സെർവറിനെ കണക്ട് ചെയ്യാൻ വേണ്ടി നമുക്ക് ആവശ്യമുള്ള റിക്വയർമെന്റ്സ് ഏതൊക്കെയാണ്? ഫസ്റ്റ്, ഡൊമൈൻ നെയിം ആവശ്യമുണ്ട്, IP അഡ്രസ് ആവശ്യമുണ്ട്, യൂസർ നെയിം ആവശ്യമുണ്ട്, പാസ്വേഡ് ആവശ്യമുണ്ട്. ഇതൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ? ഒരു വെബ് സെർവറിലോട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? വെബ് സെർവറിലോട്ട് നമ്മുടെ സോഫ്റ്റ്വെയറിനെ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. പിന്നെ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ, recently more and more people are using content management system for developing professional website. What can be the reason for this? ഇപ്പം CMS കണ്ടന്റ് മാനേജ്മെന്റ് സിസ്റ്റം എന്ന് പറയുന്നത് ജനറൽ ക്വസ്റ്റ്യൻ ആണ്. CMS അല്ലെങ്കിൽ കണ്ടന്റ് മാനേജ്മെന്റ് സിസ്റ്റം എന്ന് പറയുന്ന സിസ്റ്റം എന്ന് പറയുന്ന ഇതാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, കുറച്ചും കൂടി കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത്. എന്താണ് അതിന്റെ റീസൺ? ഓക്കെ, അപ്പം CMS എന്ന് വെച്ചാൽ കണ്ടന്റ് മാനേജ്മെന്റ് സിസ്റ്റം ആണ്. അതെന്ന് വെച്ചാല് നമുക്ക് കോഡിംഗ് ഒന്നും അറിയാത്തവർക്ക് തന്നെ ഈസി ആയിട്ട് ക്രിയേറ്റ് ചെയ്യാനും ആൾട്ടർ ചെയ്യാനും മോഡിഫൈ ചെയ്യാനും ഡിലീറ്റ് ചെയ്യാനും റിട്രീവ് ചെയ്യാനും ഒക്കെ പറ്റും ഡാറ്റാബേസിലോട്ട്. അതേപോലെ തന്നെ CMS എന്ന് പറയുന്നത് ഒരു പ്രോഗ്രാമിന്റെ കളക്ഷൻ തന്നെയാണ്. ഈസി ആയിട്ട് നമുക്ക് കൈകാര്യം ചെയ്യാൻ വേണ്ടി പറ്റും. ഫ്രീ ആയിട്ട് യൂസ്ഫുൾ ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഒരുപാട് ഡിസൈൻ ചെയ്യാനുള്ള സൈറ്റ് നമുക്ക് അവൈലബിൾ ആണ്. കുറച്ചും കൂടി അട്രാക്റ്റീവ് ആൻഡ് ഇന്ററാക്റ്റീവ് ആയിട്ട് വെബ്സൈറ്റ് ഒക്കെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. അതിന്റെ എക്സാമ്പിൾസ് ആണ് വേർഡ് പ്രസ്, ജൂംല എന്നൊക്കെ പറഞ്ഞത്. ആ കാര്യങ്ങളൊക്കെ എഴുതി കൊടുക്കാം. പിന്നെ ചോദിച്ചിട്ടുള്ളത്, സജസ്റ്റ് എ ഹോസ്റ്റിംഗ് ടൈപ്പ് ഫോർ ദ ഫോളോയിങ് വെബ്സൈറ്റ് ഗിവൺ ബിലോ, ജസ്റ്റിഫൈ. ഒന്നാമത്തത്, വെബ്സൈറ്റ് ഫോർ എ മെഡിക്കൽ ഷോപ്പ് ഇൻ എ സിറ്റി. ഒരു സിറ്റിയിലുള്ള മെഡിക്കൽ ഷോപ്പിന് യൂസ് ചെയ്യാൻ പറ്റുന്ന വെബ്സൈറ്റ് നോർമൽ ആയിട്ട് എന്താണ്, ഷെയർഡ് ഹോസ്റ്റിംഗ് ആയിരിക്കും. കാരണം ഏറ്റവും സിമ്പിൾ ചെറിയ ചെറിയ നെറ്റ്വർക്ക് അല്ലേ അതൊക്കെ, ചെറിയ ചെറിയ സോഫ്റ്റ്വെയർസ് അല്ലേ അതൊക്കെ. പിന്നെ വെബ്സൈറ്റ്സ് ഫോർ പബ്ലിക് സർവീസ് കമ്മീഷൻ, PSC ഓഫ് കേരള. PSC ഓഫ് കേരള എന്ന് പറയുന്നത് ഗവൺമെന്റിന്റെ സൈറ്റിൽ നമ്മൾ ആരെ യൂസ് ചെയ്യാം? ഡെഡിക്കേറ്റഡ് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ VPS യൂസ് ചെയ്യാം. വെബ്സൈറ്റ് ഫോർ ആൻ ഓൺലൈൻ ഷോപ്പിംഗ് ഫെസിലിറ്റി. ഓൺലൈൻ ഷോപ്പിംഗ് ഫെസിലിറ്റി എന്ന് പറയുമ്പോഴും എല്ലാവർക്കും അവൈലബിൾ ആവണം, ലോകത്തുള്ള എല്ലാവർക്കും അവൈലബിൾ ആവണം. അപ്പോഴും നമുക്ക് എന്ത് യൂസ് ചെയ്യാം? ഡെഡിക്കേറ്റഡ് അല്ലെങ്കിൽ VPS യൂസ് ചെയ്യാം. ഇത്രയും കാര്യങ്ങളാണ് പ്രീവിയസ് എക്സാമിന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ്. ജവാദൊക്കെ ഒരു ഐഡിയ കിട്ടിയോ? ജവാദ കിട്ടിയോ? നമ്മുടെ ചാപ്റ്റർ കഴിഞ്ഞു, ഇത്രയേ ഉള്ളൂ. ഓക്കെ അല്ലേ? നോയിന്റെ പേട്ടെ. ഓക്കെ മിസ്. ഓക്കെ, താങ്ക് യു.